ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ഗോവൻ തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചു. മുന്ദ്ര തുറമുഖത്ത് നിന്നും കൊളംബോയിലേക്ക് പോകുന്ന കപ്പലിലാണ് തീപിടിച്ചത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളിലെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എപ്പോഴാണ് തീപിടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഉച്ചയോടെയാണ് ഈ തീപിടുത്തത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയത്. മുന്ദ്ര തുറമുഖത്ത് നിന്ന് കൊളംബോയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലാണ് തീപിടിച്ചത്. ഗോവ തീരത്ത് നിന്ന് ഏതാണ്ട് 120 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ കപ്പലിന്റെ സ്ഥാനം ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകൾ ആ വശത്തേക്ക് അയച്ചു, കപ്പലിനടുത്തേക്ക് അയച്ചു സ്ഥിതി വിലയിരുത്തി. പിന്നാലെ തന്നെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഈ കപ്പലിനെ വളയം ചെയ്തുകൊണ്ട് അവിടെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട്. ഈ തീപിടുത്തത്തിന്റെ ഒരു വ്യാപ്തി കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കാണ്. അത് സ്ഫോടക വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നതിൽ പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതായത് കപ്പലിന്റെ മുൻഭാഗത്ത് വലിയ തോതിൽ എക്സ്പ്ലോസീവ്സ് ആയിരുന്നു, സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ ചരക്കായി ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തീപിടുത്തത്തിന്റെ വ്യാപ്തി ഒരല്പം കൂടി കൂടുന്നത്. വലിയ പൊട്ടിത്തെറിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത്. ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. രൂക്ഷമായ കടലിന്റെ ഒരു സാഹചര്യം, കാലാവസ്ഥയൊക്കെ തന്നെ ഈ രക്ഷാദൗത്യത്തിന് ഒരു തിരിച്ചടിയാണ്. എന്നാലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഇപ്പോൾ ആ മേഖലയിൽ ദൗത്യം തുടരുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. സുഹേൽ, ഈ ഫ്ലീറ്റ് ട്രാൻസ്ഫർ വിവരങ്ങൾ വല്ലതും ലഭ്യമാണോ? ഇത് എങ്ങോട്ട്, ആരുടെ കപ്പൽ, ഈ വിശദാംശങ്ങൾ ലഭ്യമാണോ? അത്തരം വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ആകെ കപ്പൽ പുറപ്പെട്ട സ്ഥലം, അത് ഏറ്റവും ഒടുവിൽ പുറപ്പെട്ട സ്ഥലം മുന്ദ്ര തുറമുഖമാണെന്നും ഇനി പോകുന്നത് കൊളംബോയിലേക്കാണ് എന്നുള്ള വിവരം മാത്രമാണ് വന്നിട്ടുള്ളത്. തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമല്ല. പക്ഷേ തീ പിടിക്കാനുള്ള സാഹചര്യം ആ കപ്പലിൽ ഉണ്ടായിരുന്നു. കാരണം കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് ആയിരുന്നു, സ്ഫോടക വസ്തുക്കളായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമുണ്ട്. അതുകൊണ്ടാണ് വലിയ സ്ഫോടനത്തോടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. ഇത്തരം സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, ചരക്കായി കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ അതിനൊരു പ്രത്യേക കോഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മാരിടൈം മേഖലയിൽ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയാകാം ഈ കപ്പലും യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. ഏതായാലും നിർഭാഗ്യവശാൽ അത് ഒരു അപകടത്തിലേക്ക് ചെന്ന് എത്തിക്കുന്നു. കപ്പൽ ഏതാണ്ട് ഈ കണ്ടെയ്നറുകൾ വലിയ തോതിൽ കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അത് അത്ര എളുപ്പവും നൽകിയത്. ഗോവൻ തീരത്താണ് ചരക്ക് കപ്പലിന് തീപിടിച്ചത്. വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ്. കപ്പലിൽ ഉണ്ടായിരുന്നത് വളരെ എക്സ്പ്ലോസീവ്സ് ആയ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ചരക്കാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.